നമസ്കാരം. ഞാൻ MGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്തുന്ന ഗ്രന്ഥയക്ഷി എന്ന കഥയുടെ 19ാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ഗ്രന്ഥയക്ഷി 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 ഗ്രന്ഥയക്ഷി. അതേ സമയത്ത് കാലൻകോഴി കൂവുന്നത് കേട്ടാണ് ശിവരാമൻ കണ്ണു തുറന്നത്. അടുത്ത് കിടന്ന ലീലയുടെ നഗ്നമേനിയിലൂടെ അയാളുടെ കണ്ണുകൾ ഓടി നടന്നു. മുറിയിൽ കത്തിച്ചുവച്ച മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിച്ചതുപോലെ അയാൾക്ക് തോന്നി. ചെമ്പ്രശ്ശേരിയിലെ കാര്യസ്ഥന്മാരിൽ ഒരാളായ ബലരാമന്റെ മകനാണ് ശിവരാമൻ. ചെമ്പ്രശ്ശേരിയുടെ പ്രതാപം അവസാനിച്ചപ്പോ അയാൾ സ്വന്തം നിലയ്ക്ക് കച്ചവടം തുടങ്ങി. നാട്ടിലെ ചെറുപ്പക്കാരെയും മുതിർന്നവരെയും ഒരുപോലെ ആനന്ദത്തിൽ ആറാടിക്കുന്ന ഒരു സ്ഥാപനം, കള്ള് ഷാപ്പ്. ഷാപ്പിൽ കള്ളളക്കാൻ വന്ന സുഗുവിൻ്റെ ഭാര്യയായിരുന്നു ലീല. ഇടതൂർന്ന മുടിയും മാൻമിഴികളുമുള്ള ലീലയെ ശിവരാമന്റെ കണ്ണുകൾ അന്നേ നോട്ടം വച്ചു. ചിന്തണചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ. പക്ഷേ അവരുടെ ആ ഒളിച്ചും പാത്തുമുള്ള സമാഗമം സുഗുവിന്റെ കണ്ണിൽ പെട്ടതും ഇരുചെവി അറിയാതെ ശിവരാമൻ അയാളെ തീർത്തു. രാത്രി ഷാപ്പിൽ നിന്നും മടങ്ങിയ സുഗുവിനെ ശിവരാമൻ മറഞ്ഞു നിന്ന് അടിച്ചു വീഴ്ത്തിയ ശേഷം ചിത്തേരിപ്പുഴയിൽ മുക്കിക്കൊന്നു. സുഗു മദ്യപിച്ച് ലക്ക് കെട്ട് പുഴയിൽ വീണതാണെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. അല്ല, ശിവരാമൻ വിശ്വസിപ്പിച്ചു. അന്ന് മുതൽ ശിവരാമന്റെ കാമപൂരണം ലീലയുടെ മേനിയിലാണ്. ശിവരാമൻ നാട്ടുകാർക്ക് പ്രിയങ്കരനാണ്. നാട്ടുകാർക്ക് മുൻപിൽ ലീല ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കഴിയുന്ന സ്ത്രീയാണ്. പക്ഷേ രാത്രിയുടെ മറവിൽ അവളുടെ ചൂടു പറ്റി ഉറങ്ങുന്ന ശിവരാമനെ ആരും ശ്രദ്ധിച്ചില്ല. പ്രായം 30 പിന്നിട്ടെങ്കിലും ലീലയുടെ ശരീരവടിവിന് ഉടവ് തട്ടിയിട്ടില്ല. അവളുടെ തുടുത്ത മാറിടങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്നു. ശിവരാമൻ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അയാളുടെ ശരീരഭാരം താങ്ങാൻ പറ്റാതെ ആ കയറ്റ് കട്ടിൽ ഒന്ന് ഞരങ്ങി. അങ്ങനെ തറയിൽ കിടന്ന ആ മുണ്ടെടുത്ത് അരയിൽ ചുറ്റിയ ശേഷം മേശപ്പുറത്ത് കിടന്ന ബീഡി കവറിൽ നിന്നും ഒരു തെറുപ്പ് ബീഡി പുറത്തെടുത്ത് വിളക്കിൻ്റെ നാളത്തിൽ കാട്ടി. എരിഞ്ഞു തുടങ്ങിയ ബീഡി ചുണ്ടിൽ ചേർത്ത് അയാൾ ആഞ്ഞു വലിച്ചു തള്ളി. മുറിയിൽ കഞ്ചാവിൻ്റെ ഗന്ധം പരന്നു. അതൊന്നും ശരിയാവില്ല, പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അയാൾ അയയിൽ കിടന്ന ഷർട്ടെടുത്ത് തൻ്റെ പോക്കറ്റിൽ നിന്നും 500-ന്റെ 2 നോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതെന്നെ പതിവില്ലാതെ. ഇന്ന് ഒടുക്കത്തെ പെർഫോമൻസ് അല്ലായിരുന്നോടി, എനിക്കങ്ങ് സുഖിച്ചു. ശിവരാമൻ ചുണ്ടു കോട്ടി ഒരു വഷളൻ ചിരി ചിരിച്ചുകൊണ്ട് അവളുടെ വിടർന്ന് മലർന്ന ആ ചുണ്ട് പതിയെ ഞെരിച്ചു.
ആ, അപ്പൊ ഞാൻ ഇറങ്ങുക. ബീഡി ഒന്നുകൂടി ആഞ്ഞു വലിച്ച ശേഷം തറയിൽ ഇട്ട് ചവിട്ടി ഞെരിച്ചുകൊണ്ട് അയാൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ലേറ്റ് ഇല്ലയോ, നോക്കിപ്പോണം. പിന്നിൽ നിന്നും ലീല വിളിച്ചു പറഞ്ഞു. എന്നാത്തിനാ ലേറ്റ്? നല്ല നിലാവല്ലയോ, നീ കിടന്നു. അയാൾ തിരിഞ്ഞു നോക്കാതെ ഒതുക്കുകല്ലുകൾ ഇറങ്ങി നടന്നു. ചിത്തേരി കവലയിൽ നിന്നും ഇടത്തോട്ട് തിരിയുന്ന ചെറിയ വഴിയിലൂടെ കഷ്ടിച്ച് 1 കിലോമീറ്റർ നടന്നാൽ ശിവരാമന്റെ വീടാണ്. കവലയിലെ മങ്ങിയ ലൈറ്റിൽ നിന്നുള്ള മഞ്ഞ വെളിച്ചം റോഡിൽ തട്ടിച്ചിതറുന്നു. അലഞ്ഞു തിരിഞ്ഞും തമ്മിൽ കടിപിടി കൂടിയും നടക്കുന്ന തെരുവു നായ്ക്കൾ അയാളുടെ പിന്നാലെ കൂടി. അതിലൊരെണ്ണം അയാളുടെ കാലിൽ ഉരുമ്മി. ഛി പോ പട്ടി. ശിവരാമൻ കാലുയർത്തി ഒരു തൊഴി കൊടുത്തു. നായ മോങ്ങിക്കൊണ്ട് അവിടെ നിന്നും ഓടി. അങ്ങനെ ആ നാൽക്കവലയിൽ നിന്നും ഇടവഴിയിലേക്ക് ഇറങ്ങി നിന്ന് ഒരു ബീഡി കൂടി കത്തിച്ചു വലിച്ചുകൊണ്ട് അയാൾ മുൻപോട്ട് നടന്നു. ഇരുവശവും പാടമാണ്. നെൽച്ചെടി തല പൊന്തിച്ച കണ്ടങ്ങളിൽ വെള്ളം ഏറ്റിയിട്ടിരിക്കുന്നു. പൊന്തൻ തവളകളുടെ നാദസ്വരം ഉയർന്നു കേൾക്കാം. അങ്ങനെ അല്പം മുൻപോട്ട് നടന്ന ശേഷം ശിവരാമനൊന്ന് നിന്നു. തൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. 1-2 തവണ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അന്തരീക്ഷത്തിൽ വല്ലാത്ത തണുപ്പ് തിങ്ങിയിരിക്കുന്നു. അയാൾ ചുറ്റും കണ്ണോടിച്ചു. പ്രകൃതി നിശ്ചലമായതുപോലെ. തവളകൾ കച്ചേരി അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു തരം മരവിച്ച അവസ്ഥ. അകലെ എവിടെയോ ഒരു നായ കാലൻ കൂവാൻ തുടങ്ങി. പതിയെ മറ്റ് നായ്ക്കൾ അതേറ്റ് പിടിച്ചു. ശിവരാമന്റെ ഉള്ളിൽ ഭയം മുള പൊട്ടി. ലീലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തോന്നിയ ആ നിമിഷത്തെ അയാൾ സ്വയം ശപിച്ചുകൊണ്ട് അതിവേഗം മുൻപോട്ട് നടന്നു. പെട്ടെന്ന് നിലാവു മാഞ്ഞു. പ്രഭ ചൊരിഞ്ഞു നിന്ന തിങ്കൾ കല മേഘപാളികൾക്കിടയിൽ മുഖമൊളിപ്പിച്ചു. നായ്ക്കളുടെ ഊരിയിടൽ കൂടുതൽ അടുത്തു വരുന്നു. തനിക്കു ചുറ്റും പാലപ്പൂവിന്റെ മടുപ്പിക്കുന്ന ഗന്ധം പരക്കുന്നത് അയാൾ അറിഞ്ഞു. യക്ഷി ഇറങ്ങുമ്പോൾ പാലപ്പൂവിന്റെ ഗന്ധം ഉയരും. മുത്തശ്ശി കഥകളിൽ കേട്ട് തഴമ്പിച്ചതെങ്കിലും അതിലൊരു സത്യമുണ്ടെന്ന് ശിവരാമന് തോന്നി തുടങ്ങി. പിന്നിലൊരു കാൽപ്പെരുമാറ്റം ഉയർന്ന പോലെ. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പക്ഷേ നടവഴി ശൂന്യമാണ്. എങ്കിലും ചാവാലി പട്ടികൾ തങ്ങളുടെ തിളങ്ങുന്ന കണ്ണുകളിലൂടെ അയാളെ സൂക്ഷിച്ചു നോക്കി. എത്രയും വേഗം വീട്ടിലെത്തണം. അയാൾ പോക്കറ്റിൽ തപ്പി ലൈറ്റർ കയ്യിലെടുത്ത് കത്തിച്ചു. പക്ഷേ ഒരു നിമിഷം അയാളൊന്ന് ഞെട്ടി.
തനിക്ക് മുൻപിൽ കുറഞ്ഞത് 2 വാരം അകലത്തിൽ ഒരു രൂപം പെട്ടെന്ന് നിലാവു പരന്നു. അയാൾ മുൻപോട്ട് സൂക്ഷിച്ചു നോക്കി. അതൊരു സ്ത്രീയാണ്. പനങ്കുല പോലെ പരന്ന് കിടക്കുന്ന മുടി, വെള്ളയിൽ പൂക്കളുള്ള പട്ടുപാവാടയും ചുവപ്പ് ടോപ്പും ധരിച്ച ഒരു പെണ്ണ്. ഏയ്, ആരാത്? അല്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് അയാൾ ഉറക്ക വിളിച്ചു ചോദിച്ചു. പക്ഷേ പുറമേ കാണിക്കുന്ന ആ ധീരത ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട് നിന്നിടത്ത് നിന്ന് മുൻപോട്ട് നീങ്ങാൻ ശിവരാമന്റെ മനസ്സനുവദിച്ചില്ല. ഏയ്, ചോദിച്ചത് കേട്ടില്ലേ? ആരാണ്? ഈ അസമയത്ത് എവിടെ പോകുന്നു? അവൾ പതിയെ തിരിഞ്ഞു നിന്നു. നറുനിലാവിന്റെ പ്രഭയിൽ ആ മുഖം തിളങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. ആ, ശിവരാമൻ മാമയായിരുന്നോ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ മേലെടുത്ത കുട്ടിയാ. ആര്? അനാമികയോ? അയാൾ വിളിച്ചു ചോദിച്ചു. ആ, അത് തന്നെ. അവൾ കുലുങ്ങി ചിരിച്ചു. ഓ, എന്റെ ദൈവമേ! അയാൾ ഒന്ന് ദീർഘശ്വാസം എടുത്തു. ശിവരാമന്റെ വീടിന് തൊട്ടയൽപക്കമാണ് മേലേടത്ത് തറവാട്. മേലേടത്ത് ചന്ദ്രൻ പൊതുവാളിന്റെ മകളാണ് അനാമിക. പേടിപ്പിച്ച് കളഞ്ഞൂലോ നീ. അയാൾ മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. ആ ആട്ടെ, ഈ സമയത്ത് നീ എവിടെ പോയതാ? ഒന്നും പറയണ്ട എൻ്റെ ശിവമാമേ. തെക്കേലെ ചിന്നൂന്റെ വീട്ടിൽ പോയതാ. സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. പിന്നെ കവല വരെ അവള് കൊണ്ടുവിട്ടു. വീട്ടിൽ കൊണ്ടുവിടാന്ന് അവള് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ശിവരാമൻ ഒന്ന് ഇരുത്തി മൂളി. എന്നാ നടന്നു. അതെ, തിരിച്ചു വരുമ്പോ തൊടിയിൽ നിറയെ പാലപ്പൂ കണ്ടു. നല്ല മണം. അവൾ കയ്യിലിരുന്ന പാലപ്പൂ അയാൾക്ക് നേരെ നീട്ടി. ശിവരാമന്റെ നാസികയിലൂടെ അതിന്റെ ഗന്ധം ഇരച്ചു കയറി. തല വെട്ടിച്ചു കുടഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കൈ പതിയെ പിടിച്ചു മാറ്റി. ഓ, നീ എന്നെ മത്ത് പിടിപ്പിക്കല്ലേ? അതെ, മത്ത് പിടിക്കട്ടെ ശിവമാമി. അവൾ വീണ്ടും കുലുങ്ങി ചിരിച്ചുകൊണ്ട് ആ പൂക്കൾ അയാളുടെ തലയിലൂടെ വിതറി. അതേസമയം അവളുടെ നിറഞ്ഞു തുളുമ്പിയ ആ മാറിടം അയാളുടെ മുഖത്ത് അമർന്നു. ശിവരാമന്റെ ഞരമ്പിൽ രക്തയോട്ടം വർദ്ധിച്ചു തുടങ്ങി. പലപ്പോഴും തൻ്റെ ഉറക്കം കെടുത്തിയതാണ് ഈ സൗന്ദര്യം. വിളഞ്ഞ ഗോതമ്പിന്റെ നിറമുള്ള ആ അംഗലാവണ്യം പലതവണ ഒളിച്ച് കണ്ടിട്ടുണ്ട്. ഇതൊരവസരമാണ്, പാഴാക്കരുത്. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അങ്ങനെ ശിവരാമന്റെ കരവലയത്തിൽ അനാമികയുടെ ശരീരം ഞെരിഞ്ഞു. ഒരു കുറുകലോടെ അവൾ അയാളെ വട്ടം പിടിച്ചു. കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനേതോ നരചോ. അങ്ങനെ ഇരുവരും ഇണസർപ്പങ്ങളെ പോലെ പാടവരമ്പിലേക്ക് മറിഞ്ഞു. അയാളുടെ പുകയിലക്കറ നിറഞ്ഞ കറുത്ത് തടിച്ച ആ ചുണ്ടുകൾ അനാമികയുടെ ശരീരത്തിൽ ഇഴഞ്ഞു. പിന്നെ പതിയെ അവളുടെ കീഴ്ത്താടിയിലേക്ക് അയാൾ മുഖമൊളിപ്പിച്ചു. അനാമികയുടെ കൈകൾ തൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത് അയാൾ അറിഞ്ഞു. പക്ഷേ ആ സ്വർഗീയ സുഖം അധികം
നീണ്ടു നിന്നില്ല. അവളുടെ കരങ്ങൾക്ക് ശക്തി കൂടി. അങ്ങനെ ശ്വാസം മുട്ടുന്നു എന്ന് തോന്നിയപ്പോൾ അവളെ തള്ളി നീക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പിടഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ആകാംക്ഷയുടെയും ഭയത്തിന്റെയും മുൾമുനയിൽ നിർത്തുന്ന ഗ്രന്ഥയക്ഷി എന്ന കഥയുടെ 19-ാം ഭാഗം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ കഥാഭാഗവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഈ ഭാഗവും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.